ജൂൺ 19 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ എയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ്. മറ്റു പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞത്, നിനക്ക് സാധ്യമല്ലാത്ത ഒന്നുമില്ല, നീ കുടിക്കാതിരിക്കുമ്പോൾ വളരെ നല്ലവനാണ്, നല്ല കഴിവുള്ള ആളാണ്, നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ട്, നീ കുടിക്കാതിരുന്നാൽ മതി, ഭയങ്കര സംഭവമാണ്, നീ ഈ രീതിയിലൊക്കെ ചെയ്യേ, എന്തിനാ അങ്ങനെ കുടിക്കുന്ന പല പല കമൻറ്റുകൾ ആൾക്കാർ പറയും. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് പുറത്തൊക്കെ തട്ടി, ആ കുഴപ്പമില്ലല്ലോ, നമ്മളത്ര മോശക്കാരനൊന്നല്ലല്ലോ, കുടിയല്ലേ ഉള്ളൂ എന്ന് കരുതുകയും വീണ്ടും കയറി വരികയൊക്കെ ചെയ്യും. പക്ഷേ ഈ കാര്യം മദ്യം കൊണ്ടുണ്ടായ ദുരന്തങ്ങളെല്ലാം മറന്നുകൊണ്ട് വീണ്ടും മദ്യത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് എത്തുന്നതിന് മുന്നേ എയിൽ വന്ന് പ്രോഗ്രാമിലേക്ക് എത്തിയപ്പോഴാണ് എന്തുകൊണ്ടായിരുന്നു മദ്യം എൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലും ഉപകാരമുണ്ടായിട്ടില്ല എന്ന് അറിഞ്ഞു. എന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു കൊണ്ടുപോകുന്ന ഒന്നാണ് മദ്യം എന്നതും തിരിച്ചറിഞ്ഞു. ഗുണമൊട്ടുമില്ല, ആളുകളുടെ ഇടയിൽ നിന്നും സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും എല്ലാം തന്നെ ഞാൻ ഒറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നിൽ നിന്ന് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യവും ഞാൻ അറിയുന്നുണ്ട്. കുടി കഴിഞ്ഞിട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് കയറി വരുന്നത്, അത്ര അധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു മദ്യത്തെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റാതിരുന്നത്? അവിടേക്ക് ഈ ചിന്തയൊക്കെ പ്രധാന പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുക, എന്താ ഇപ്പോൾ മോശമായിട്ടൊന്നും അല്ലല്ലോ, നമ്മളെക്കുറിച്ച് നല്ല കാര്യമല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളതല്ലേ, നമുക്ക് എന്താ കഴിവില്ലാത്തതാണോ, അതൊക്കെ അല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടാനായി ഇറങ്ങിത്തിരിച്ചാൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഇത്തരം മോട്ടിവേഷൻ കാര്യങ്ങൾ ആൾക്കാർ പറയും, നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇതാണ് പുറത്ത് കേട്ടത്. പലപ്പോഴും മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വലിയ ടാർഗറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് നിനക്ക് ഈ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ, പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാകുക എന്നൊക്കെയുള്ള ഒരു രീതിയിൽ പറയാറുണ്ട്. എനിക്ക് സാധ്യമല്ലാത്തതൊന്നുമില്ല ലോകത്തിൽ എന്ന് പറയുന്ന, ഇതെല്ലാം മറികടക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ, അവിടെയാണ് മാറ്റം ഉണ്ടാവാൻ തുടങ്ങിയത്. ആ പുനർജീവനമാണ്. പഴയ ജീവിതത്തിന്റെ മാറ്റി തീർക്കലോ അല്ലെങ്കിൽ പഴയ ജീവിതത്തെ ഉപേക്ഷിക്കലോ ആയിട്ട് കടന്നു വരുന്ന പുനരുജ്ജീവനത്തിന്റെ ഏറ്റവും അടിസ്ഥാന പാഠം എൻ്റെ ദൗർബല്യങ്ങളെ അംഗീകരിക്കുക എന്ന കാര്യമാണ്. എനിക്ക് ദൗർബല്യങ്ങളുണ്ട്, ഞാൻ അത്ര ശക്തനല്ല. ദൗർബല്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മദ്യം എന്ന കെമിക്കലിന് മുന്നിൽ പരാജയപ്പെട്ട് ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. എത്രയൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടും എനിക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയിൽ അത്രയധികം അപമാനം ഉണ്ടായിട്ടും ആ അപമാനങ്ങളും എൻ്റെ ജീവൻ തന്നെ ഭീഷണിയാവും എന്നുള്ള ബോധ്യം ഉണ്ടായിട്ടും, അപ്പൊ ജീവനോളം തന്നെ വിലയില്ലാത്ത രീതിയിൽ മദ്യം കടന്നു വരുന്നത് എങ്ങനെ? എത്ര ശക്തനായ മദ്യം! ജീവൻ, സ്വന്തം ജീവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടാണ്. ആ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് മദ്യം കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ ആളാണ്. അവിടെയാണ് ഈ മദ്യത്തിനോടുള്ള ആസക്തി വരുന്നതിൻ്റെ ബാക്കി കാര്യങ്ങൾ. എന്തുകൊണ്ടാണ്? എൻ്റെ സ്വഭാവത്തിലെ പ്രധാന പ്രശ്നം എൻ്റെ ദൗർബല്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ള സ്വഭാവം എനിക്കില്ലായിരുന്നു. ഇവിടെ പരിപൂർണ പരാജയമാണ്. ഈ കെമിക്കലിന്റെ മുന്നിൽ പരാജയപ്പെട്ടു. ഏതൊക്കെ തരത്തിലും ഞാൻ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും എനിക്ക് സാധിച്ചിട്ടില്ല. ഇനി അവിടെ പരിപൂർണമായ പരാജയം. ആ പരിപൂർണ പരാജയത്തിൽ നിന്ന് നിനക്ക് കരുത്തിലേക്ക് പോകാം. എങ്ങനെ കരുത്തിലേക്ക് പോകാം? പരിപൂർണ പരാജയം ഏതൊക്കെ കാര്യങ്ങളിലാണ്, എവിടെയാണ്? എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. പല കാര്യങ്ങളും ഞാൻ ശ്രമിച്ചു. മദ്യമില്ലാത്ത സമയത്ത് ആളുകളുമായിട്ടുള്ള പെരുമാറ്റം, എൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, സ്വാഭാവികമായി മറ്റു മനുഷ്യർക്ക് ഉണ്ടാവേണ്ട ആ കാര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീട് വെക്കണം, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം എനിക്ക് അധികരിച്ചു കൊണ്ടാണ്, സ്വാഭാവികമായ രീതിയിലല്ല. അവിടെയാണ് ഒരു കീഴ്പ്പെടൽ. എൻ്റെ സ്വന്തം ഹിതത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യമില്ലാത്ത സമയത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ വീണ്ടും കുഴപ്പമുണ്ടാവും. കൂട്ടായ്മയിൽ ഒപ്പം സഞ്ചരിച്ച പല ആളുകളും വീണു. ഈ ഒരു കാര്യമാണ്. അവരും വളരെ ഉറച്ച നിശ്ചയമുണ്ട്, ഏടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കുടിക്കരുത് എന്ന് തന്നെയാണ് അവർക്കും ആഗ്രഹം. കുടിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ബോധ്യമുണ്ട്. പക്ഷെ പലപ്പോഴായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ മനസ്സിലായ കാര്യമുണ്ട്, അത് അവരുടെ ഇൻവെന്ററിക്ക് പകരം ഞാൻ എങ്ങനെ നിൽക്കണമെന്ന് പഠിപ്പിച്ചു തന്നെ. പരിപൂർണമായിട്ടുള്ള പരാജയം സമ്മതിക്കുമ്പോൾ മറ്റൊരാളോട് ഡിസ്കസ് ചെയ്തിട്ടും ഏടെ പ്രോഗ്രാം പറയുന്ന രീതിയുണ്ട്, അതിലേ പ്രവർത്തിക്കൂ.
അതല്ല, പഴയ ജീവിതത്തിന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഏനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാം, മീറ്റിങ്ങിന് പങ്കെടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. എനിക്ക് മാറ്റമൊന്നുമില്ല. അടിസ്ഥാനപരമായ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനോ അതിൽ അടിമുടി ഒരു മാറ്റം, അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് എനിക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള ബോധ്യത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നത് തൊട്ട് എയുടെ കിറ്റിയിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ അധ്വാനത്തിൽ നിന്ന് പൈസ ഇടുന്നതും എൻ്റെ ആണ് എന്നുള്ള ആ ബോധ്യം എനിക്കുണ്ടാവുന്നതും എയുടെ ഉള്ളിലുണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിപ്രായപ്പെടണം. അതേപോലെ തന്നെ ആ കിറ്റി പൈസ വേറെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുമ്പോൾ ഞാനവിടെ ചൂടാവുകയും ചെയ്യും. കാരണം അത് എൻ്റെ ആണ്. എയിലെ കാര്യങ്ങൾ, നമ്മുടെ എയുടെ ഉള്ളിൽ പല കാര്യങ്ങളിലും അഭിപ്രായ പ്രകടനം നമ്മൾ നടത്താറുണ്ട്. എയിൽ നമ്മൾ രോഷം കൊള്ളാറുണ്ട്. അത് എൻ്റെ ആയതുകൊണ്ടാണ്. ആ രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും അല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള ബോധ്യം വരുന്നത് എന്താണ്? എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. എയിലെ പഴമക്കാരെടുക്കണം, എയിലെ ലിറ്ററേച്ചർ മുന്നേ കടന്നുപോയ ആളുകളാണ്. അവിടെ എല്ലാം എൻ്റെ ദൗർബല്യങ്ങൾ എനിക്ക് കുഴപ്പമുണ്ടാവുന്നുണ്ട്. എനിക്ക് പരാജയം ഉണ്ടാവുമ്പോൾ എന്താണ്, പരാജയത്തിനെ എങ്ങനെ മറികടക്കുക, പരാജയം സംബന്ധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ദൗർബല്യങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ദൗർബല്യങ്ങളെ മാറ്റി തീർക്കാനുള്ള ശ്രമം ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുണ്ട്. അതൊരു ദൗത്യമാണ്, ജീവിതകാലം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി. തുടക്കം ഞാൻ ഇടണം, ആഗ്രഹം ഉണ്ടായിരിക്കണം. ആദ്യമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അറിയണം എൻ്റെ കുഴപ്പങ്ങളെ. ആ കുഴപ്പങ്ങളെ അറിഞ്ഞ് അംഗീകരിക്കുകയും അത് മാറാനുള്ള ആഗ്രഹം ഉണ്ടായിത്തീരുമ്പോൾ ആ ആഗ്രഹത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റും പ്രവർത്തികളിലൂടെ. ഇന്നത്തെ ദിവസം ഇത് ഞാൻ മാറ്റി നിർത്തുന്നു, ഇത് ഞാൻ തുടങ്ങുന്നു, ഇത് മറ്റൊരാളുമായിട്ട് ഏറ്റു പറയുന്നു. അവിടെ എങ്ങനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടാവും, ആ വീഴ്ചകൾ സാരമില്ലാതെ കയറി വരിക. പക്ഷെ ആ പഴയ ജീവിത രീതിയെ ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പാണ്. പഴയ ജീവിത രീതി പരിപൂർണമായിട്ട് ഉപേക്ഷിക്കണം. അത് പല കാര്യങ്ങളും ആ പഴയ ജീവിത രീതിയിൽ സ്വത്വം, കാരണം അത്ര പെട്ടെന്ന് നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമാകുന്ന ഒന്നല്ല. നല്ല വേദനയായിരിക്കും, നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം പോകുന്ന പോലെയാണ്. പക്ഷെ അത് ഉപേക്ഷിച്ചേ പറ്റൂ. അത് എന്നെ നശിപ്പിക്കുന്ന എന്നുള്ള ബോധ്യം, ആ പഴയ ജീവിതം. അപ്പോഴാണ് എനിക്ക് പുനരുജ്ജീവനത്തിന്റെ യഥാർത്ഥ ദിശയിലേക്ക്, യഥാർത്ഥ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് യഥാർത്ഥ പുനരുജ്ജീവനത്തിലേക്ക് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്നത് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.